റീൽ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുഴയിലാണുള്ളത്. പുഴയിൽ മഴയൊക്കെ മാറി നല്ല രീതിയിൽ വെള്ളം തെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ത്രിബിൾ ഹുക്ക് ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ നച്ചിറ, ആഡു എന്നൊക്കെ പറയുന്ന മീനില്ലേ, നച്ചിറ, ആഡു അതുപോലുള്ള മീനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അണ്ണന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ണേണ്ണനുണ്ട്, നമ്മുടെ സന്തോഷണ്ണനുണ്ട്, പിന്നെ അപ്പുണ്ട്. അപ്പോൾ ചൂണ്ടയെല്ലാം കെട്ടി സെറ്റാക്കി. നമ്മളിന്ന് ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് അയലയുടെ ചെറിയ അയലക്കുട്ടിയാണ്. അപ്പോൾ കണ്ണണ്ണൻ ഇട്ട പാടെ തന്നെ ഒരു അടു അടിച്ച് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ളൊരു അടുവാണ്. അപ്പോൾ സന്തോഷണ്ണൻ ചൂണ്ട ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു, എന്തൊക്കെ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചൂണ്ട ഈ കല്ലിനിടയിൽ ഉടക്കി സന്തോഷണ്ണൻ വലിച്ചു പൊട്ടിക്കുകയാണ്. അപ്പോൾ തന്നെ കണ്ണണ്ണൻ അടിച്ച മീൻ, അതായത് അടുവിനെ ഹുക്കിന്ന് ഇളക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുള്ള്, അതായത് ഇതിൻ്റെ മുള്ളുകൾ കൊണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൈക്ക് നല്ല വേദനയാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും വെച്ച് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത്യാവശ്യം സൈസുള്ള ഒരു അടുവാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടുവാണ്. ഇതുപോലുള്ള മീനെയൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ കഴിയുമെങ്കിൽ ഒരു വലിയൊരു അക്വേറിയം ഉണ്ടാക്കി ഗ്ലാസ്സിൽ ഇട്ട് വളർത്തിക്കഴിഞ്ഞാൽ ഇത് ഓടിപ്പോകുന്നതൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ സന്തോഷണ്ണൻ ചൂണ്ട പൊട്ടിച്ച് ചൂണ്ട കെട്ടുന്നതാണ് നിങ്ങൾ കണ്ടത്. കണ്ണണ്ണ വീണ്ടും തീറ്റ കൊടുക്കുന്നു. കൂടെയുള്ളത് അപ്പുവാണ്. കണ്ണൻ മരക്കമ്പിൽ കണ്ണട വീണ് സ്കോർ ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഒരു മീൻ കൂടി കിട്ടിയിരിക്കുന്നത്. നച്ചറയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മുള്ള് ഡേഞ്ചറാണ്. ഇതിൻ്റെയൊക്കെ മുള്ള് കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചൂണ്ട നിർത്തിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അത്രയ്ക്ക് ഇതായിട്ടുള്ള മുള്ളാണ്, അരപ്പാണ്. കൈക്കൊക്കെ ഭയങ്കര നീറ്റിലാണ് ഇതിൻ്റെയൊക്കെ മുള്ളുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ ഇതിനോട് തന്നെ ഒരുപാട് ചൂണ്ടക്കാർ നമ്മുടെ പുറകിലൊക്കെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. വള്ളത്തിൽ ബോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നതാണ്. മുട്ടിലോട്ടൊക്കെ ബോട്ടിലൊക്കെ മത്സ്യബന്ധനത്തിന് വേണ്ടി പോകുന്നുണ്ട് ബോട്ടുകളിൽ. അപ്പോൾ ആ കണ്ണണ്ണന് വീണ്ടും നല്ലൊരു സൈസ് നച്ചറ ഒരു സൈസ് നച്ചറാണ് സ്ട്രൈക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നല്ല സൈസ് ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ആയിരുന്നു. ഞാൻ ഹാൻഡിൽ ചെയ്ത് ഞാനാണത് ഹുക്കിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തത്. അപ്പോൾ അതാണ് കണ്ടത്. അങ്ങനെ വീണ്ടും സന്തോഷണ്ണനും ഒരു നച്ചറ കൂടി സ്ട്രൈക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ചെറിയ നച്ചറയാണ്. അങ്ങനെ ഏകദേശം ഒരു 4-5 മീനായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. കണ്ണണ്ണൻ വീണ്ടും ചൂണ്ടയിടാനുള്ള പ്ലാനാണ് ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെ അപ്പു ചൂണ്ടയിടയിൽ നിർത്തി. അപ്പുവിന് വശമില്ലെന്ന് തോന്നുന്നു. അപ്പു ചൂണ്ടയിടയിൽ നിർത്തി ഇരിക്കുകയാണ്. അപ്പോൾ കണ്ണണ്ണനും സന്തോഷണ്ണനും കൂടി വീണ്ടും കണ്ണണ്ണനൊരു വളയോട് കൂടി കിട്ടിയിട്ടുണ്ട്. ചെറിയ വളയോടിൻ്റെ ചെറിയതാണ് കിട്ടിയത്. ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. സന്തോഷണ്ണന് ഒരു മീൻ കൂടി കിട്ടി. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കണം.